നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിയിൽ WCCയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് പാർവതി വ്യക്തമാക്കുന്നു. ഹേമ കമ്മിറ്റിയിൽ നടപടി എടുക്കേണ്ടത് സർക്കാരാണെന്നും പാർവതി പറയുകയാണ്. ഇതിനകം ഞാൻ നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരം നിഷേധിക്കുകയായിരുന്നു. മോശമായി പെരുമാറിയവരുടെ പേര് തുറന്നു പറഞ്ഞാൽ ഒറ്റപ്പെടുത്തും. സിനിമയിൽ നിന്ന് ഇനിയും ഒഴിവാക്കപ്പെടും. കടുത്ത സൈബർ ആക്രമണമാണ് അഭിപ്രായം പറഞ്ഞതിന് നേരിട്ടതെന്നും പാർവതി തിരുവോത്ത് വ്യക്തമായി പറയുന്നു. WCCയിൽ നിന്ന് നിരവധി അംഗങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിലും മീറ്റു ആരോപണം ഉന്നയിച്ചവർക്കുമൊക്കെ അങ്ങനെ WCCയുടെ ഭാഗമായവർക്ക് അവസരമില്ലാതായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളും WCC ആണോ എന്ന് പരിഹസിക്കുന്ന ചോദ്യം നേരിട്ട പോസ്റ്റ് സ്ത്രീകളുടേതായി കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടു സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞു ഒരു കുട്ടി. പിന്നീട് അവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. WCCയുടെ അംഗമായി മാറിയാൽ പേടിപ്പിക്കുന്ന കാര്യമാണോ? അങ്ങനെ പേടിക്കേണ്ടവർക്ക് മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നു പാർവതി തിരുവോത്ത്. എനിക്ക് അവസരം കിട്ടിയില്ല എന്നത് തനിക്ക് പ്രശ്നമാണ്. ടേക്ക് ഓഫ്, കൂടെ, ഉയരെ സിനിമകളൊക്കെ വൻ വിജയമായതാണ്. എന്തുകൊണ്ടാണ് എന്നിട്ടും ഒരുപാട് മലയാള സിനിമകളിൽ അവസരം ലഭിക്കാതിരുന്നത്? സിനിമ ഒന്ന് ഹിറ്റായാൽ 5 വർഷം നിരവധി അവസരങ്ങൾ ഉണ്ടാകും. അങ്ങനെ വലിയ അവസരങ്ങൾ എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പ്രോജക്റ്റുകൾ അങ്ങനെ സാധാരണ വരാതിരിക്കില്ല. അതിനാൽ എനിക്ക് പിന്നീട് മലയാള സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നത് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അത് കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ WCC അംഗമാകാതിരിക്കില്ല. ഒരു നടി എന്ന നിലയിൽ എന്തായാലും താൻ അതിജീവിക്കും എന്ന് ഉറപ്പുണ്ട് എന്നും പാർവതി തിരുവോത്ത് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകേണ്ട പണിയും ഇരകളാണോ ചെയ്യേണ്ടതെന്നും പാർവതി ചോദിക്കുകയാണ്. ഗവൺമെന്റ് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോയില്ല? അപ്പോൾ തിരിച്ചു ചോദിക്കേണ്ടി വരും, ഇനി ആ പണിയും നമ്മളാണോ ചെയ്യേണ്ടത്? ഇതിനു മുമ്പ് പരാതി നൽകിയവരിൽ എത്ര പേർക്കാണ് നീതി ലഭിച്ചത്? അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മളിൽ നിന്ന് ആ വിശ്വാസം ആവശ്യപ്പെടുന്നത് എന്നും പാർവതി ചോദിക്കുകയാണ്. മുന്നോട്ട് വെച്ച ഓരോ ചുവടിനും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പലയിടത്തും നടപടിയിൽ അഭാവമുണ്ടായി. എന്നാൽ സ്ത്രീകളുടെ അവകാശത്തെയും മൂല്യത്തെയും ചെറുതാക്കി കണ്ടു. സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്ക് തന്നെ വിപരീതമായി കാര്യങ്ങൾ നടന്നുവെന്നും പാർവതി പറഞ്ഞു. ന്യൂസ് മീൻസ് entertainment and entertainments meets news. Watch SAC News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.